Question number 6. The following pictograph shows the number of tractors in 5 different villages. അപ്പോൾ ഇവിടെ നമുക്കൊരു പിക്ടോഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. ആ പിക്ടോഗ്രാഫിൽ ഡിഫറെൻറ്റ് വില്ലേജസിലെ നമ്പർ ഓഫ് ട്രാക്ടേഴ്സ് ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് നമ്മൾ താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ആൻസർ ചെയ്യണം. അപ്പോൾ നോക്കിയേ, വില്ലേജസ് A തൊട്ട് E വരെയുണ്ട്. ഇവിടെ നമ്പർ ഓഫ് ട്രാക്ടേഴ്സ് തന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഇവിടെ മുകളിൽ ഒരു പിക്ചർ 1 ട്രാക്ടറിനെയാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നതെന്ന് നമ്മളോട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വില്ലേജ് എയിൽ എത്ര ട്രാക്ടേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 ട്രാക്ടേഴ്സ് ഉണ്ട്. വില്ലേജ് ബിയിൽ 5 ട്രാക്ടേഴ്സ് ഉണ്ട്. വില്ലേജ് സിയിൽ 1 2 3 4 5 6 7 8 ട്രാക്ടേഴ്സ് ഉണ്ട്. വില്ലേജ് ഡിയിൽ 3, വില്ലേജ് ഇയിൽ 6. ഇനി നിങ്ങൾ ആദ്യം ഇങ്ങനെ ഒന്ന് പെൻസിൽ വെച്ച് എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഒബ്സർവ് ദ പിക്ടോഗ്രാഫ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. വിച്ച് വില്ലേജ് ഹാസ് ദി സ്മോളസ്റ്റ് നമ്പർ ഓഫ് ട്രാക്ടേഴ്സ്? ഏത് വില്ലേജിലാണ് ഇവിടെ ഏറ്റവും കുറവ് ട്രാക്ടേഴ്സ് ഉള്ളത്? വില്ലേജ് ഡിയിലാണ്. നമുക്ക് വില്ലേജ് ഡി എന്ന് എഴുതാം. അടുത്ത, വിച്ച് വില്ലേജ് ഹാസ് ദി മോസ്റ്റ് ട്രാക്ടേഴ്സ്? അതേതാണ്? വില്ലേജ് സി. വില്ലേജ് സി. അടുത്ത, ഹൗ മെനി മോർ ട്രാക്ടേഴ്സ് ഡസ് വില്ലേജ് സി ഹാവ് ദാൻ വില്ലേജ് ബി? വില്ലേജ് ബിയെ കാട്ടിൽ വില്ലേജ് സിയിൽ എത്ര ട്രാക്ടേഴ്സ് കൂടുതലുണ്ട്? അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ വില്ലേജ് ബിയിൽ ഇവിടെ എത്ര ട്രാക്ടേഴ്സ് ഉണ്ട്? അപ്പോൾ നമ്പർ ഓഫ് ട്രാക്ടേഴ്സ് വില്ലേജ് സി ഹാസ് എത്രയാണ്? 8. അടുത്തത്, നമ്പർ ഓഫ് ട്രാക്ടേഴ്സ് വില്ലേജ് ബി ഹാസ്. ബിയിൽ എത്രയാണ്? 5. ഇനി ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 8 - 5 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സോ വില്ലേജ് സി ഹാസ് 3 മോർ ട്രാക്ടേഴ്സ് ദാൻ വില്ലേജ് ബി. ഇവിടെ വില്ലേജ് ബിയെ കാട്ടിൽ 3 ട്രാക്ടേഴ്സ് ആണ് വില്ലേജ് സിക്ക് കൂടുതലുള്ളത്. അടുത്തത്, കോമൾ സേസ് വില്ലേജ് ഡി ഹാസ് ഹാഫ് ദ നമ്പർ ഓഫ് ട്രാക്ടേഴ്സ് ആസ് വില്ലേജ് ഇ. ഈസ് ഷീ റൈറ്റ്? അപ്പോൾ കോമൾ എന്താണ് പറഞ്ഞത്? വില്ലേജ് ഡി ഹാസ് ഹാഫ് ദ നമ്പർ ഓഫ് ട്രാക്ടേഴ്സ് ആസ് വില്ലേജ് ഇ. വില്ലേജ് ഇയുടെ ഹാഫ് ട്രാക്ടേഴ്സ് ആണ് വില്ലേജ് ഡിക്കുള്ളതെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞത് ശരിയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വില്ലേജ് ഡിക്ക് എത്ര ട്രാക്ടേഴ്സ് ആണുള്ളത്? നമ്പർ ഓഫ് tractors village D has is equal to എത്രയാണ്? 3. അടുത്തത്, നമ്പർ ഓഫ് ട്രാക്ടേഴ്സ് വില്ലേജ് ഇ ഹാസ്. ഇക്ക് എത്രയാണ്? 6 ആണുള്ളത്. എന്താ അവൾ പറഞ്ഞത്? വില്ലേജ് ഡി ഹാസ് ഹാഫ് ദ നമ്പർ ഓഫ് ട്രാക്ടേഴ്സ് ആസ് വില്ലേജ് ഇ. അതായത് വില്ലേജ് ഇക്ക് ഉള്ളതിൻ്റെ ഹാഫ് ട്രാക്ടേഴ്സ് ആണ് വില്ലേജ് ഡിക്ക്. വില്ലേജ് ഇക്ക് 6 ആണ്, വില്ലേജ് ഡിക്ക് 3 ആണ്. അപ്പോൾ 6ൻ്റെ ഹാഫ് ആണല്ലോ 3 ആണല്ലേ? അപ്പോൾ അവൾ പറഞ്ഞത് കറക്റ്റ് ആണല്ലേ? ക്ലിയർലി വില്ലേജ് ഡി ഹാസ് ഹാഫ് ദ നമ്പർ ഓഫ് ട്രാക്ടേഴ്സ് ആസ് വില്ലേജ് ഇ. ഹെൻസ് കോമൾ ഈസ് റൈറ്റ്. കോമൾ പറഞ്ഞത് റൈറ്റ് ആണ്. കോമൾ ഈസ് റൈറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതിക്കോണേ, ക്ലിയർലി വില്ലേജ് ഡി ഹാസ് ഹാഫ് ദ നമ്പർ ഓഫ് ട്രാക്ടേഴ്സ് ആസ് വില്ലേജ് ഇ. ഹെൻസ് കോമൾ ഈസ് റൈറ്റ്. ഇങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നത് കേട്ടോ. ഇനി അടുത്തത് 7th ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് ഗേൾസ് സ്റ്റുഡൻറ്റ് ഇൻ ഈച്ച് ക്ലാസ് ഓഫ് സ്കൂൾ ഈസ് ഡെപ്പിക്റ്റഡ് ബൈ ദി പിക്ടോഗ്രാഫ്. അപ്പോൾ ഓരോ ക്ലാസ്സിലെയും നമ്പർ ഓഫ് ഗേൾസ് സ്റ്റുഡൻസിൻ്റെ പിക്ചറാണ് നമുക്ക് ഈ പിക്ടോഗ്രാഫിൽ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ള സ്കെയിൽ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇവിടെ ഒരു പിക്ചർ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 4 ഗേൾസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ക്ലാസ് 1ലെ നമ്പർ ഓഫ് ഗേൾസ് എത്രയായിരിക്കും? എത്ര പിക്ചർ ഉണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്യുക, എന്നിട്ട് അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 പിക്ചേഴ്സ് ആണുള്ളത് അല്ലേ? അല്ലെങ്കിൽ 6 സിമ്പിൾസ് ആണുള്ളത്. അതേ ഇൻറ്റു എന്ത് ചെയ്യണം? ഒരു സിമ്പിൾ 4നെ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 6 × 4 24 ഗേൾസ് ആണ് ക്ലാസ് 1ലുള്ളത്. ഇനി ക്ലാസ് 2വിലോ 1 2 3 4. അതായത് ഫുൾ സിമ്പിൾ 4ഉം
ഒരെണ്ണത്തിൻ്റെ ഹാഫുമാണ് തന്നിട്ടുള്ളത്. ഈ ഹാഫ് കാണിച്ചിരിക്കുന്നത് എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഈ 4ൻ്റെ ഹാഫ്, അതായത് 2 വരും. അപ്പോൾ ഈ ഫുൾ സിമ്പിള് 4 എണ്ണം ഉണ്ട്. അപ്പോൾ 4 × 4 പ്ലസ് ഇവിടെ എന്തെഴുതാം? 2 അല്ലേ? ഈ ഹാഫ് കാണിച്ചിരിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്ന 4ൻ്റെ നേരെ പാതിയായിരിക്കും കേട്ടോ. ഈ ഫുൾ പിക്ചർ 4 ആണെങ്കിൽ ഹാഫ് എന്തിനെയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 2വിനെ ആയിരിക്കും. അപ്പോൾ എന്ത് വരും? 4 4s are 16 + 2 = 18. അപ്പോൾ ക്ലാസ് 2വിൽ 18 സ്റ്റുഡൻസ് ആണുള്ളത്. ഇനി അടുത്ത ക്ലാസ് 3ലോ 1 2 3 4 5 5 ആണ് നമ്പർ ഓഫ് സിമ്പിൾസ്. അപ്പോൾ 5 × 4 20. ഇങ്ങനൊന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ആൻസേഴ്സിന് ക്വസ്റ്റ്യന് ആൻസർ എഴുതാൻ ഈസി ആയിരിക്കും കേട്ടോ. ഇവിടെയോ 3 ഉണ്ട്. അപ്പോൾ 3 × 4 12. 12 പ്ലസ് ഇതെന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? 2വിനെയാണ് അല്ലേ? അപ്പോൾ 12 + 2 14. ഇവിടെ 4 × 2 8. 8 + 2 10. ഇവിടെ 4 × 4 16. ഇവിടെ 3 × 4 12. ഇവിടെ 4 + 2 6. ഇവിടെ ഫുള്ള് 4നെയും ഇത് 2വിനെയുമാണ്. അപ്പോൾ 4 + 2 6. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഒബ്സർവ് ദിസ് പിക്ടോഗ്രാഫ് ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ. വിച്ച് ക്ലാസ് ഹാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ഗേൾ സ്റ്റുഡൻറ്റ്? ഏത് ക്ലാസ്സിലാണ് ലീസ്റ്റ് നമ്പർ ഓഫ് ഗേൾ സ്റ്റുഡൻസ് ഉള്ളതെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് ക്ലാസ്സിലാണ്? ഓക്കെ, ഏറ്റവും കുറവ് ക്ലാസ് 8ലാണല്ലേ? അപ്പോൾ ക്ലാസ് 8ൽ 6 ഗേൾ സ്റ്റുഡൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ് 8 എന്ന് എഴുതാം. അടുത്ത വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ക്ലാസ് 5 ആൻഡ് 6? ക്ലാസ് 5ലെയും 6ലെയും കൂടെ നമ്പർ ഓഫ് ഗേൾസിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് 5ലത് എത്രയാണ്? 10 ആണ്. ക്ലാസ് 6ലത് 16ഉമാണ്. അപ്പോൾ നിങ്ങളിങ്ങോട്ട് ഒന്ന് സ്റ്റെപ്പ് എഴുതിക്കണം കേട്ടോ. നമ്പർ ഓഫ് ഗേൾസ് ഇൻ ക്ലാസ് 5 = എത്രയാണ്? 10. അപ്പോൾ ഇവിടെ 10 എന്ന് എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ വേണമെങ്കിൽ സ്റ്റെപ്പ് എഴുതിക്കോ. എന്താണ്? 2 × 4 + 2 ദാറ്റ് ഈസ് 10. അടുത്തത് നമ്പർ ഓഫ് ഗേൾസ് ഇൻ ക്ലാസ് 6 = ക്ലാസ് 6ൽ 4 × 4 = 16. ഇനി ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കണം. therefore ഡിഫറൻസ് എന്ത് വരും? 16 - 10 = 6. 6 ആണ് ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇഫ് 2 more girls were admitted in class 2 how would be graph change? ഇപ്പോൾ ക്ലാസ് 2വിൽ 2 ഗേൾസും കൂടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഗ്രാഫ് എങ്ങനെ ചേഞ്ച് ആവും? ഇപ്പോൾ ക്ലാസ് 2വിൽ ഓൾറെഡി എത്രയാണുള്ളത്? ക്ലാസ് 2വിൽ 18 സ്റ്റുഡൻസ് ആണുള്ളതല്ലേ? ഇതിൻ്റെ കൂടെ 2ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? 18 + 2 = 20 ആവും. അപ്പോൾ ഇവിടെ ക്ലാസ് 2വിൽ ഓൾറെഡി ഒരു ഹാഫ് ആണുള്ളത്. അപ്പോൾ ഈ ഗ്രാഫ് എങ്ങനെ ചേഞ്ച് ആവും? ഇവിടെ ഫുള്ളായിട്ട് മാറും. ഇങ്ങനെ ഫുള്ളായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഫുൾ പിക്ചർ ഇവിടെ വരയ്ക്കണം. വരച്ച് ഇവിടെ 4 × 5 എന്തായിട്ട് മാറും? 4 × 5 = 20 എന്നായിട്ട് മാറും. നമ്പർ ഓഫ് ഗേൾസ് 20 ആവും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ഗേൾസ് ആർ ദർ ഇൻ ക്ലാസ് 7? ക്ലാസ് 7ൽ എത്ര ഗേൾസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച് വെച്ചു അല്ലേ? എത്രയാണ്? 4 × 3 12. അല്ലെങ്കിൽ 4 + 4 + 4 എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. 12 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 7 വരെ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.